വീണ്ടും അമ്മ ലക്ഷ്യമാക്കി പോവാണ്. ഇത് നല്ലൊരു ടഫസ്റ്റ് ട്രയലായിരുന്നു കേട്ടോ. നമ്മൾ ഒട്ടും പ്രതീക്ഷയല്ല V3 ഒക്കെ അതിൽ കയറ്റിക്കൊണ്ട് വരാൻ പറ്റുമെന്ന്. സോ നമ്മൾ എങ്ങനെയോ കയറ്റി. കാരണം മൈൻഡ് ഉണ്ടെങ്കിൽ എല്ലാം സെറ്റാണ്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത പണി എവിടെ കിട്ടുന്നത് നോക്കാമല്ലേ. പിടിച്ചോ, ഒരു 1 2 3 സ്റ്റാർട്ട്. എൻ്റെ വണ്ടികൾ പിടിച്ചു അവിടെ തെന്നി പോവാ. താഴേന്നെ ഫുൾ കൈ കൊടുത്ത് കയറുന്ന ആദ്യമേ. ഞാൻ ഇവൻ്റെ പുറകെ പോകുന്നതുകൊണ്ട് സ്ലോ ആക്കി അവിടെ പണിയാക്കി. അല്ല അതാവും ചാടിപ്പോയില്ല. നമുക്ക് കയറിപ്പോയി. ആ കയറിയതാ. അതൊന്ന് പിടിച്ചോണേ. ഇതാണ് ഗൈസ് മൺസൂൺ ഓഫ് റോഡ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. അത് വണ്ടിയുടെ കോലം നോക്കുക, എൻ്റെ കോലം നോക്കുക, റോഡ് നോക്കുക. പക്ഷേ ഉണ്ടല്ലോ, ഇതൊക്കെ ചെയ്യുമ്പോഴും മനസ്സിനൊരു സന്തോഷമുണ്ട്. അതാണ് ഞാൻ നോക്കിയിട്ട് ഏറ്റവും വലുത്. കുറച്ച് ചെളിയാവുന്നതും വണ്ടി കയറാണ്ട് വരുന്നതൊക്കെ സാധാരണ. പക്ഷേ ഇത് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ത്രില്ലിങ് ഉണ്ടല്ലോ, ആ ത്രില്ലിങ് മൊമെൻറ്റ് അതാണ് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവുക. ഇനിയിപ്പോൾ അടൗണ്ട വണ്ടി കയറ്റണം, അതാണ് ഇനി അടുത്ത ടാസ്ക്. ഈ ഒരു അവസരത്തിൽ താങ്കൾക്ക് എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? എനിക്കൊന്നും പറയാനില്ല. അങ്ങനെ പറയുന്നത് എന്തെങ്കിലും എൻ്റെ വണ്ടി പെട്രോൾ ഓഫാക്കാൻ വേണ്ടി ലാഭിക്കാൻ വേണ്ടി ഓഫ് ആക്കിയിട്ടാണ്. ഇനി തള്ളി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. അടുത്ത പണി നോക്കി നമ്മൾ പോവുകയാണ്. നമ്മൾ പ്രതീക്ഷിച്ചിടത്തൊന്നും അല്ല കേട്ടോ നമുക്കിപ്പോൾ പണി വന്നിരിക്കുന്നത്. നമ്മൾ അവസാനമാണ് പണി പ്രതീക്ഷിച്ചിരിക്കുന്നത്. പക്ഷേ ഈ റൂട്ട് എടുത്തപ്പോൾ തൊട്ടിട്ട് ഫുൾ പണിയാ. ഇതെന്തോ കണ്ട വന്ന് തോന്നുന്നു കേട്ടോ. സോ ഗൈസ്, നമ്മൾ ഏതോ കാട്ടിക്കൂടെ കയറി മനുഷ്യവാസം ഒരു സ്ഥലത്ത് വന്നു. നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് നമ്മൾ ഫൈനലി എത്തി ഗൈസ്. ഇതായിരുന്നു നമ്മുടെ സ്വപ്നം, ഇതായിരുന്നു നമ്മൾ കണ്ട സ്വപ്നം. ആ സ്വപ്നത്തിൽ നമ്മൾ എത്തിച്ചേർന്നു. യെസ്, വി ഡിഡ് ഇറ്റ്.
നോക്കടാ. പിടിച്ചോ? അതുകൊണ്ട് നേരെ കയറ്റാം. സോ ഗൈസ്, ഇതാണ് ഗൈസ് നമ്മുടെ ഓഫ് റോഡ്. ഏറ്റവും കയറ്റും ഇവിടെ വെച്ചാൽ ശരിയാവില്ല. ഞങ്ങൾ കയറ്റാം. ഇനി വേണ്ടായിരിക്കും എന്ന് തോന്നുന്നു. അമ്മ എനിക്ക് പിടിക്കാൻ കിട്ടില്ല. വേണ്ട വേണ്ട, നീ ബാക്കിലേക്ക് വലിച്ചിട്ട് നീ ബാക്കിലേക്ക് താത്തി പിടിച്ചടാ, താത്തി പിടിക്കേ. ആ ആ തള്ളിക്കോയേ. അയ്യോ എടാ, ഒരു മിനിറ്റ്, ഞാൻ ഇറങ്ങാം. ജോജി ഇപ്പുറ സൈഡിൽ നിന്നടാ. ഇവിടെ ആ അയ്യോ. ചുമ്മാ മേലേക്ക് പോകുന്ന ഇതാ, ഇത് കുറിഞ്ഞി പറിക്കരുതെന്ന് പറഞ്ഞിട്ട്, നീലക്കുറിഞ്ഞിയേ പൂത്തിട്ടുണ്ടല്ലോ ഇതിലേക്ക്, അത് പറിക്കാൻ പാടില്ലെന്നും പറഞ്ഞിട്ട് ഫോറസ്റ്റുകാർ ബോർഡ് വെച്ചേക്കുന്ന. പറിക്കാൻ പാടില്ല, ആ പറിച്ച് കളയാൻ പാടില്ലെന്ന്, ചെടി പറിച്ചുകൊണ്ട് പോകരുതെന്ന്. അപ്പൊ അങ്ങനെയാകുമ്പോ സ്ഥലം കുഴപ്പമില്ലായിരിക്കും, ചെടി പറിക്കാതിരുന്നാ മതിയോ? ആ ആൾക്കാരൊക്കെ ഒത്തിരി കാണാൻ വരുന്നുണ്ട്. അപ്പോൾ പറിച്ച് നശിപ്പിച്ച് കളയരുതെന്ന് പറഞ്ഞ് ബോർഡ് വെച്ചേക്കുന്ന. കണ്ണറിയാൻ പാടില്ല എനിക്ക് ഇപ്പൊ ഈ സമയം ആയതുകൊണ്ടേ. വായിക്കാൻ പറ്റില്ല. അപ്പൊ വേറെ കുഴപ്പമൊന്നുമില്ല, സ്ഥലത്തിന് കുഴപ്പമൊന്നുമില്ല. ഇല്ല, ഇത് ഗവൺമെന്റിന്റെ സ്ഥലമാണോ? ഗവൺമെന്റില്ല, ഞങ്ങള് 63 വർഷമായി ഈ സ്ഥലം പിടിച്ചിട്ടിട്ട് പണിയാനൊന്നും പറ്റിയില്ല. എന്നിട്ട് പിന്നെ ഇവിടെ ഇപ്പൊ ഒരു വീട് വെച്ചപ്പോ ഇവിടെ താമസം തുറന്നു. ഈ വഴി വെട്ടിയിട്ടേക്കുന്നു. വഴി വെട്ടിയിട്ടേക്കുന്ന അവിടുന്ന് ഒരാള് അവിടെ എങ്ങാണ്ട് സ്ഥലം മേടിച്ചിട്ടുണ്ട്. അതിലെ വഴി വെട്ടി പോയതാ, ഞങ്ങൾ അറിഞ്ഞില്ല. ശരിയാ ചെന്നാ ആ വെള്ളിലേക്ക് പോവാൻ. ഒരു വണ്ടി കയറ്റി, ഒരു വണ്ടി മേലെ ഉണ്ട്. നീ ഒരു തള്ളി കയറ്റി വിടുവോ? ആടാ പിടിച്ചോ.
കൈ കൊടുത്താൽ കയറിക്കോ. ഇതിലേ കയറിക്കോ, ഇതിലേ നോക്കിക്കോ നീ. എടാ ജോലി ഞാൻ തള്ളാം, നീ ഇവിടുന്ന് ഇതാക്കി കൊടുക്കുക. കാരണേ വെയിറ്റ് ചെയ്യുന്നില്ലേ കയറി പോകില്ല. എടാ പിടിച്ചോ, നിനക്ക് പറ്റുന്നവർക്ക് നീ കയറ്റിക്കോ, ഞാൻ തള്ളി കയറ്റിട്ടോളാം. കൊടുത്തോടാ. ഇല്ല കുഴപ്പമില്ല. ഓക്കേടാ, പിടിച്ചോ. ഒരു പണിയുണ്ട്, ഈ സ്റ്റാൻഡ് ഇട്ടേ. സ്റ്റാൻഡ് ഇടാൻ പറ്റുമോ? ആ എന്ത് പോരെ? ഞാനേ ഇങ്ങനെ ഇരിക്കണ ഇപ്പൊ സ്റ്റാർട്ട് പിടിച്ചിട്ടുണ്ട്. ബാക്കിൽ നിന്ന് കല്ലെടുത്തിട്ടാ. ന്യൂട്രിട്ടെ നീ. ന്യൂട്ര് വേണോ? ന്യൂട്രാണോ? ഓക്കെ. കയറിപ്പോട്ടെ. ജോലി ചെല്ല്. എടാ അവിടെ കേറൂല, ചെല്ല്. നീ കയറിപ്പോടാ, ഓടിച്ചെല്ലടാ.
ഗായ്സ് അങ്ങനെ ഫൈനലി ഇതാ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ മലയുടെ ടോപ്പിലെത്തി. ആ മലയുടെ മേലെ നിന്നിട്ടാണ് നമ്മൾ ഈ സ്ഥലം കണ്ടത്. അപ്പോൾ നമുക്ക് തോന്നിയൊരു കൗതുകം, ആ കൗതുകത്തിൻ്റെ പേരിൽ, വെറും കൗതുകം, ആ കൗതുകത്തിൻ്റെ പേരിൽ നമ്മൾ കയറി വന്നതാണ്. ഇവിടെ കൊണ്ട് ഈ വഴി തീരെ നിൽക്കുന്നത്. ഇവിടുന്ന് താഴത്തേക്കാണ് പോകുന്നത്, മേലേക്ക് ഇനിയിപ്പം വഴിയില്ല. മേലേക്ക് വേണമെങ്കിൽ നമുക്ക് നടന്ന് കയറാം. ഇതിലെ താഴത്തേക്ക് വഴിയുണ്ട്, താഴത്തേക്ക് നമുക്ക് ഇറങ്ങിപ്പോൾ വഴിയുണ്ട്, പക്ഷെ മേലേക്ക് ഇനി വഴിയില്ല. അപ്പോൾ ഗായ്സ് ഇന്നത്തെ നമ്മുടെ ലക്ഷ്യം ഇതായിരുന്നു. ഫൈനലി വി ഡിഡ് ഇറ്റ്. ഗായ്സ് സമയം ഏകദേശം ഒരു 5:30 കഴിഞ്ഞു. നമ്മൾ കുറച്ച് ലേറ്റായി പോയി, കാരണം നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ഓഫ് റോഡ് പണി കിട്ടി. സോ ഫൈനലി നമ്മൾ കയറി വന്നു. ഇവിടെ നീലക്കുന്നുണ്ട് കേട്ടോ, ഒത്തിരി ഒന്നുമില്ല, കുറേശ്ശെ ഇതുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ എൻഡ്യൂറോ ഓഫ് റോഡിങ് ഇവിടെ അവസാനിക്കുന്നത്. ആ കാണുന്നതൊക്കെ പുപ്പാറ സൈഡാണ്. പുപ്പാറ ഇത് എനിക്ക് തോന്നുന്നു ആ കാണുന്ന സ്ഥലം അത് ശാന്തമ്പാറ എന്ന് തോന്നുന്നു, ഉറപ്പില്ല കേട്ടോ, ശാന്തമ്പാറ ആയിരിക്കും. സോ ഇഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നടന്നതിൻ്റെ ഫൈനലി നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മല കീഴടക്കി. അടുത്തൊരു അടിപൊളി ഓഫ് റോഡ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ക്യാമറയുടെ ചാർജ് എടുക്കുന്നത് ഫുള്ളാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ സൈനിങ് ഓഫ്. പിന്നെ സമയത്ത് 6 മണി. അപ്പോൾ നമ്മൾ കറക്റ്റ് ആ താഴെ പറഞ്ഞോട്ട് 15 മിനിറ്റ് നമ്മൾ കയറി വന്നത്. നമ്മൾ പ്രതീക്ഷിച്ചൊരു 1 മണിക്കൂർ ഇവിടെ എത്താൻ വേണ്ടിയിട്ട്. പക്ഷേ ഒന്നും നോക്കില്ല, മനസ്സ് തളരാതെ നമ്മൾ കയറി ഇവിടെ എത്തിയിരിക്കുന്നു. ഇതോ അവിടെ കണ്ടോ, ആ മല നിന്നപ്പോഴാണ് നമ്മൾ ഈ സ്ഥലം കണ്ടത്. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇതിലേ ഇറങ്ങി ആ വീടിരിക്കുന്നോട്ട് നിന്നാണ് നമ്മൾ ഓഫ് റോഡ് തുടങ്ങിയത്. അവിടെ നിന്ന് കയറിയതാ അവിടെ വരെ വഴിയുണ്ട്. അവിടെ നമ്മൾ വണ്ടി കൊണ്ട് വെച്ചു. അവിടെ നമ്മൾ നടന്ന് കയറും. സ്ഥലം ഒരു രക്ഷയില്ല. ഇപ്പോൾ വൈകിട്ടായതുകൊണ്ട് തന്നെ ഫുൾ മഞ്ഞിറങ്ങി മൂക്കിയിരിക്കുകയാണ്, ഒന്നും കാണാൻ പറ്റുന്നില്ല. നല്ല കൊള്ളാം, നല്ലൊരു ഓഫ് റോഡായിരുന്നു. ഇനിയിപ്പോൾ ഒരാഴ്ചത്തേക്ക് ഓഫ് റോഡൊന്നും പോയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. 2-3 ആഴ്ചത്തേക്കുള്ള ആയിട്ടുണ്ട്. അതിൻ്റെ കോലം കണ്ടാൽ ഇങ്ങനെയുള്ള ട്രയൽസ് ആയിരുന്നു. അവിടേക്ക് ഇപ്പോഴും ആൾക്കാരുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ട്രയൽസ് തുടങ്ങിയത് അവിടെ പച്ച കളറുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ ഈ സ്ഥലത്തേക്ക് വണ്ടി എടുത്തിട്ട് ഇറങ്ങിയത്. അവിടുന്ന് തുടങ്ങിയ ഓഫ് റോഡാണ്. നമ്മൾ മലയുടെ അടിയിൽ കൂടെ കയറി കറങ്ങി അവിടെ ചെന്നിട്ട് അവിടെ നിന്ന് അടുത്ത മല കയറി കറങ്ങിയത് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഗായ്സ് സമയം 6:37. അങ്ങനെ നമ്മൾ 2 മണിക്കൂർ നിന്ന ഓഫ് റോഡിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിൽ പോവുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് താഴെ ഇറങ്ങണം. അവിടുന്ന് വഴി അറിയില്ല, നൈറ്റ് ആവാറായി. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ പോയേക്കാന്ന് വെച്ചത്. ടെൻറ്റും കാര്യങ്ങളൊന്നും എടുത്തിട്ട് ടെൻ്റ് അടിച്ച് സ്റ്റേ ചെയ്യാനുള്ള സെറ്റപ്പിലായിരുന്നു അവിടെ നിന്നിരുന്നത്. സോ ഇനിയിപ്പോൾ എന്തായാലും വേറെ ദിവസം എന്തായാലും വരുന്നുണ്ട്. സ്ഥലം ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളിയാണ്. ഇതിൻ്റെ കറക്റ്റ് റൂട്ട് മാപ്പും കാര്യങ്ങളൊക്കെ ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്നിട്ട് നോക്കിയിട്ട് ഒന്നെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ പോകാൻ ഇൻട്രസ്റ്റ് ഉള്ളവരെ പോകുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എന്നെ ഒന്ന് കോൺടാക്റ്റ് ആക്കിയാൽ ഞാൻ റൂട്ട് കറക്റ്റ് പറയാം. കാരണം ഇപ്പോൾ എനിക്ക് റൂട്ട് പറയാൻ അറിയില്ല, പോയിട്ട് വേണം എളുപ്പമുള്ള റൂട്ടുകാരുടെ കണ്ടുപിടിക്കാൻ. സോ അപ്പോൾ നമ്മുടെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ. ടാറ്റ കൊടുത്തേ, ടാറ്റ ബൈ.